ഞാൻ ഈ കപ്പയെല്ലാം കൂടെ അരിയുന്ന കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാനാണ് ഇന്നത്തെ ഷെഫെന്ന്. ഒരിക്കലുമല്ല ഗൈസ്. ഇന്ന് നമ്മുടെ ഫുഡ് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ സ്വന്തം ജിഷ് ചേച്ചിയാണ്. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ കോട്ടയംകാരുടെ സൈഡിലോട്ട് ഇതിന് പറയുന്നത് എല്ലും കപ്പയെന്നോ അല്ലെങ്കിൽ കപ്പ ബിരിയാണിയെന്നോ ആണ്. ചില സ്ഥലങ്ങളിൽ ഇതിന് ഏഷ്യാഡ് എന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അറിയില്ല നിങ്ങളുടെ അവിടെ എന്താ പറയുന്നത് എന്നുള്ളത് കമൻറ്റ് ചെയ്ത് പറയണേ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കപ്പ മഞ്ഞപ്പൊടി ഉപ്പ് ഇട്ട് വേവിക്കാൻ വെക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ കുക്കറിനകത്തോട്ട് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കരിവേപ്പില, പിന്നെ മസാലപ്പൊടികളായ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞപ്പൊടി, മീറ്റ് മസാലപ്പൊടിയും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് കൈ ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ ബീഫിനെ എല്ലാം കൂടെ ചേർത്ത് പിടിപ്പിക്കാം. ആവശ്യത്തിന് ഉപ്പിടാൻ മറക്കല്ലേ. ആവശ്യത്തിന് ഉപ്പും കൂടെ ആയ സ്ഥിതിക്ക് ഇനി ഒന്നും നോക്കണ്ട, കൈ ഉപയോഗിച്ച് നന്നായിട്ട് നമ്മുടെ ബീഫിനെ മസാലയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും സബോളയും എല്ലാം കൂടെ തേച്ചങ്ങ് പിടിപ്പിക്കാം. കരിവേപ്പില ഇച്ചിരി കൂടുതൽ തന്നെ ഇട്ടുള്ളൂ കേട്ടോ. നമ്മുടെ ഇറച്ചിയുടെ ആ ഗ്രേവിക്കൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് നമ്മൾ വെള്ളം ഒരു തുള്ളി പോലും ഒഴിക്കാതെയാണ് നമ്മളിത് വേവിച്ചെടുക്കാൻ പോകുന്നത്. അപ്പോൾ കുക്കർ അടച്ചിട്ട് നമുക്ക് നേരെ കൊണ്ടുപോയിട്ട് നമുക്ക് ഗ്യാസിൽ വെച്ചിട്ട് നമ്മുടെ ബീഫ് വേവിച്ചെടുക്കാം. ജിഷേജി കുറച്ചല്ല സാമാന്യം നല്ല രീതിയിൽ ക്യാമറ ഷൈ ആയിരുന്നു. പക്ഷേ ഗ്രാജുവലി അതിനോട് അഡാപ്റ്റ് ആയി വന്നു കേട്ടോ. അപ്പം നമുക്ക് നമ്മുടെ ബീഫ് നന്നായിട്ട് വേവിച്ചെടുക്കാം. ആ സമയത്ത് നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തേങ്ങ എടുത്തിട്ട് നന്നായിട്ട് അത് വറുത്തെടുക്കണം. അപ്പം നല്ല ബ്രൗൺ കളർ ആവുന്നിടം വരെ തേങ്ങ, അതാണ് നമ്മുടെ ആക്ച്വലി സ്പീക്കിംഗ് നമ്മുടെ ഗ്രേവിക്ക് ആ നല്ലൊരു ബ്രൗൺ കളർ തരുന്നത് കേട്ടോ. അപ്പം നമ്മളിങ്ങനെ എന്നാ ചെയ്യേണ്ടത്, നന്നായിട്ട് വറുത്ത് അത് മഷി പോലെ അരച്ചെടുക്കണം. എന്നിട്ട് അത് നമ്മുടെ ഗ്രേവിയിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കണം. അത് കൂടാണ്ട് ബാക്കി വരുന്ന നമ്മുടെ ആ ഗ്രേവി അരച്ച് മഷി പോലെ എടുക്കുമ്പോൾ കുറച്ച് വെള്ളം കുറച്ച് പാർട്ടിക്കിൾസ് ഉണ്ടാവുമല്ലോ അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ അതെന്ത് ചെയ്യണം, നല്ല ചൂട് വെള്ളം ഒഴിച്ചിട്ട് അത് നമുക്ക് കഴുകി ആ പാത്രത്തിലോട്ട് അങ്ങ് ഒഴിക്കാം. കണ്ടോ നമ്മുടെ കറിയുടെ കളറ് കണ്ടോ, ആ തേങ്ങ വറുത്തരച്ചൊഴിച്ചതിൻ്റെയാണ് ആ കളറ് വരുന്നത്. ഇനി എല്ലാ ബിരിയാണിയിലും നമ്മൾ ചെയ്യുന്നത് പോലെ ലെയറിംഗ് ആണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ലെയറിംഗ് ചെയ്യാനായിട്ട് ആദ്യമേ നമ്മൾ കപ്പ ഇട്ട് കൊടുത്തു, അതിൻ്റെ മുകളിലോട്ട് ബീഫ് ഇട്ട് കൊടുക്കണം. ഇനി ബാക്കി വരുന്ന കപ്പയും കൂടെ നമുക്ക് അതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ബീഫ് ബാക്കിയുള്ളതും കൂടെ മുകളിലോട്ട് ഇട്ട് കൊടുക്കാം. ഒരു തുള്ളി പോലും വേസ്റ്റ് ചെയ്യരുത്, കാരണം നമുക്ക് അച്ചാറൊക്കെ അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ് ഗൈസ്. ഇങ്ങനെ തന്നെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റായിരുന്നു. ഇനി അടുത്ത പ്രോസസ്, ഇപ്പം തന്നെ എൻ്റെ വായിൽ നിന്ന് നല്ല വെള്ളം വരുന്നു ഗൈസ്. എനിവേസ്, ഇനി നമ്മൾ അടുത്ത് ചെയ്യേണ്ടത് ഇതുമെല്ലാം കൂടെ മിക്സ് ചെയ്യാന്നുള്ളതാണ്. അപ്പം ഇങ്ങനത്തെ ഒരു ഇച്ചിരി ബലമുള്ള ഒരു സ്പാച്ചുലോ എന്തെങ്കിലും എടുത്തിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്. അപ്പം നമുക്ക് ആ പൊട്ടറ്റോ ഒക്കെ സ്മാഷ് ചെയ്യണ ഒരു സ്പൂൺ പോലത്തെ ഒരു സാധനം ഉണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ച് നമ്മൾ നന്നായിട്ട് ഉടച്ച് അതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഇളക്കിയെടുത്തു. പക്ഷേ ജിഷേച്ചിയുടെ അഭിപ്രായത്തിൽ അത് കുറച്ചും കൂടെ മാഷ് ചെയ്യാനേ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് നോക്കാം. പക്ഷേ എനിക്ക് കൊതി ഒട്ടും സഹിക്കാൻ പറ്റിയില്ല ഗൈസ്. അതുകൊണ്ട് ഞാൻ ഇൻ ബിറ്റ്വീൻ അതിനകത്തുനിന്ന് കുറച്ചെടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കുവാണ്. ഇപ്പം തന്നെ അടിപൊളിയാണ് ഗൈസ്. അത് എനിക്ക് അങ്ങ് എക്സ്പ്ലെയിൻ ചെയ്ത് തരാനായിട്ട് അറിയത്തില്ല, പക്ഷെ ഭയങ്കര അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ഇപ്പം തന്നെ വീണ്ടും 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 എനിക്ക് പറയുമ്പോൾ തന്നെ വായിക്കാത്ത നമ്മുടെ തുപ്പല് നിറയുന്നു ഗൈസ്. എനിവേസ്, അടിപൊളിയായിരുന്നു കപ്പ ബിരിയാണി ഗൈസ്. പറഞ്ഞാൽ അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ നമുക്ക് പറ്റത്തില്ല, അതുപോലെ നല്ലതായിരുന്നു. വീണ്ടും ജിഷ് ചേച്ചിയുടെ ഒരു അഭിപ്രായത്തിൽ ഞാൻ പറഞ്ഞല്ലോ, അത് നന്നായിട്ട് ഉടഞ്ഞിട്ടില്ല. അപ്പോൾ ആൾ നിലത്തോട്ട് രണ്ടും കൽപ്പിച്ച് അങ്ങിരുന്ന് അതങ്ങ് ഉടച്ചെടുക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ കുത്തി ജിഷ് ചേച്ചി നന്നായിട്ട് ഉടച്ചു. എൻ്റെ ടേസ്റ്റിങ് ഇച്ചിരി കൂടുതലായിട്ട് വരുന്നുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഗൈസ്? കാരണം അത്രയ്ക്ക് റെസിസ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ടേസ്റ്റ് ഉണ്ടായിരുന്നു ആക്ച്വലി അതിന്. അതുകൊണ്ട് ഞാൻ വീണ്ടും ടേസ്റ്റ് ചെയ്ത് നോക്കുവാണ്. പിന്നെ ഒരു ഇച്ചിരി ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു, അത് ഞങ്ങൾ ആ സമയത്ത് തന്നെ ബാലൻസ് ചെയ്തു. അതാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഈ സമയത്ത് ഞാൻ പറയുന്നത് എന്നാന്ന് വെച്ചാൽ എൻ്റെ വലിയച്ഛനെ എനിക്ക് ഓർമ്മ വന്നു ഗൈസ്. കാരണം എനിക്ക് കപ്പ ബിരിയാണി അത്രയ്ക്ക് ഭ്രാന്താണെന്ന് അറിയാവുന്നതുകൊണ്ട് ഒളശയിലാണ് വലിയച്ഛൻ്റെ വീട്. അവിടെ നിന്ന് എനിക്ക് കപ്പ ബിരിയാണി എപ്പോൾ വന്നാലും ഉണ്ടായിക്കൊണ്ട് തരുമായിരുന്നു. അപ്പോൾ ഇതാണ് ഗൈസ് നമ്മുടെ ഫൈനൽ പ്രൊഡക്റ്റ്. ഇത് എൻ്റെ അല്ല, ഇത് അറിയാലോ ആരുടെ ആയിരിക്കുമെന്ന്. അപ്പം ഇതാണ് നമ്മുടെ ഫൈനൽ കപ്പ ബിരിയാണി. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി. കണ്ണമോനെ ഇതുണ്ടാക്കിയപ്പം ജിഷ് ചേച്ചി പ്രത്യേകം ഓർത്തു എന്ന് പറയാൻ പറഞ്ഞു. അപ്പം അത്രയേ ഉള്ളൂ ഗൈസ് നമ്മുടെ ഇന്നത്തെ വ്ളോഗ് എന്ന് പറഞ്ഞാൽ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.